ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണെന്ന് നാം കണ്ടിട്ടുണ്ട്. ഒരു വൃത്തത്തിനുള്ളിൽ വരക്കുന്ന സമബഹുഭുജത്തിന്റെ വശങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ പരപ്പളവ് വൃത്തത്തിന്റെ പരപ്പളവിനോട് അടുത്തടുത്ത് വരും എന്നും നാം കണ്ടിട്ടുണ്ട്. ഇനി ഒരു വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണക്കാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഒരു വൃത്തസ്തംഭത്തിനുള്ളിൽ അതേ ഉയരമുള്ള ഒരു സമഭുജ ത്രികോണം വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ ചിത്രത്തിൽ അതേ വൃത്തസ്തംഭത്തിനുള്ളിൽ ഒരു സമചതുര സ്തംഭം വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ ചിത്രത്തിൽ വൃത്തസ്തംഭത്തിന്റെ അതേ ഉയരമുള്ള ഒരു സമപഞ്ചഭുജം വൃത്തസ്തംഭത്തിനുള്ളിൽ വെച്ചിരിക്കുന്നു. വൃത്തസ്തംഭത്തിനുള്ളിലെ സമബഹുഭുജത്തിന്റെ പാദത്തിന്റെ വശങ്ങൾ കൂടുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? പാദത്തിന്റെ വശങ്ങളുടെ എണ്ണം കൂടുന്തോറും സമബഹുഭുജത്തിന്റെ വ്യാപ്തം വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തത്തോട് കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നു. ഏത് ബഹുഭുജ സ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമാണ്. അതിനാൽ വൃത്തസ്തംഭത്തിന്റെയും വ്യാപ്തം അതിന്റെ പാദപരപ്പളവിന്റെയും ഉയരത്തിന്റെയും ഗുണനഫലമായിരിക്കും.